ഹലോ. അപ്പൊ നമുക്ക് വീണ്ടും ലോഡായിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് നല്ല ഒന്നാം തരം ചക്കയും മാങ്ങയും ലോഡ് കയറ്റി നാഗ്പൂർ മാർക്കറ്റിലേക്ക് 30 മണിക്കൂർ കൊണ്ട് എത്തിക്കണം. ഞാൻ വണ്ടി ലോഡ് കയറ്റാൻ പോവാണ്. നമ്മുടെ അളിയൻ പാലക്കാട് നിന്ന് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ ഒരു 1-2 ദിവസം നമുക്ക് എന്തായാലും ഇതും വെച്ച് തട്ടിക്കൊണ്ട് പോവാം. ഇവര് ഓട്ടോറിക്ഷ കൊടുക്കുന്നുണ്ട്. ഇവിടെ വടക്കഞ്ചേരിയിലുള്ള HFC TFC എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്സ് കമ്പനിയുടെ വണ്ടികളാണ് ഈ വരുന്നത് കേട്ടോ. അത് ചക്ക കൊണ്ടുവന്നിങ്ങനെ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ നിർത്തിയിട്ട് വണ്ടിയിലേക്ക് ലോഡ് കയറ്റുകയാണ് ചെയ്യണത്. അതിന് മുമ്പ് അവർ ആദ്യം തന്നെ ഓല വെച്ച് സൈഡ് ഫുള്ള് കവർ ചെയ്യും. ഇതിന് ശേഷം ഇവിടെ ഫുള്ള് ചക്ക ഇട്ടതിന് ശേഷം അതിന് മേളിൽ ഐസ് ഇടും. 1 ടണ്ണോളം ഐസ് ഇട്ടതിന് ശേഷമാണ് പിന്നെ ഷീറ്റ് ഇടും. ഷീറ്റ് ഇട്ടിട്ട് മേളിലാണ് പിന്നെ മാങ്ങ ലോഡ് ചെയ്യുക കേട്ടോ. ഇവിടെ വെസ്റ്റ് ബംഗാൾ രാജസ്ഥാനൊക്കെ പോകുന്ന വണ്ടികളോട് നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന വണ്ടി നമ്മുടെ സെയിം ഒരു രാജസ്ഥാൻ വെസ്റ്റ് ബംഗാൾ വണ്ടിയാണ്. ഇവിടെ ഒരു രാജസ്ഥാൻ വണ്ടിയിൽ നിന്ന് ലോഡ് കയറ്റുന്നുണ്ട് ചക്ക. പിഞ്ച് ചക്കയൊക്കെയാണ് ലോഡ് കയറ്റി വിടുന്നത്. എന്ത് കാര്യത്തിലാണോ? അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ മൊത്തം കയറ്റിയിട്ട് ഐസ് ഇടണതും പായിടണതും മാങ്ങ ഇടുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ചക്ക ഒരു 3/4 ഭാഗം ലോഡാക്കിയിട്ടുണ്ട്. രാത്രി 12 മണിയായപ്പോൾ അവർ കൊണ്ടുവന്നിട്ട് ഇത്രയും ബാറ് വലിയ ഐസ് കട്ടകൾ ഇട്ടിട്ട് ഇത് ഉച്ച 12 മണിയായിട്ടും അലുത്ത് പോയിണ്ടായില്ല കേട്ടോ. നല്ല വലിയ കട്ടയാണ്. അത് അങ്ങനെ കിടക്കുന്നുണ്ട്. അതിന് അപ്പുറത്ത് മാങ്ങ നമ്മുടെ ആ ചാക്കിലാക്കിക്കൊണ്ടിരിക്കുന്ന മാങ്ങ നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അവരത് കറക്റ്റ് തൂക്കം നോക്കി ചാക്കിലാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ ലോഡ് കയറ്റി കഴിഞ്ഞപ്പോൾ അവന്മാർ പുറത്തുനിന്ന് വീണ്ടും ഐസ് കൊണ്ടുവന്ന് ആ ചാക്കടക്കമാണ് കേട്ടോ. അതിന് ലോഡ് കയറ്റുന്ന ചാക്കുള്ളതുകൊണ്ട് തന്നെ തണുപ്പ് പെട്ടെന്ന് പോകത്തില്ല. ചാക്കടക്കം ഇങ്ങനെ അടുക്കി ഫുള്ള് ചക്കയുടെ മേളിൽ ലോഡ് ചെയ്യും. നമ്മളിവിടെ വന്ന് 21-ാം തീയതിയാണ്. ലോഡായില്ല. 22-ാം തീയതി പകുതി ചക്കയായി. ഇന്ന് 23-ാം തീയതി ഫുൾ ചക്കയായിട്ട് ഐസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഐസ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഐസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ അവിടെ ചാക്കിലേക്ക് വെച്ചിട്ടുണ്ടാ. ആ മാങ്ങ നേരെ നമ്മുടെ വണ്ടിയിൽ കയറ്റും. കൊണ്ടുപോയി തൂക്കും. നൈറ്റോടെ പുറപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 3 ദിവസമായി ഇവിടെ വന്ന് കിടക്കുന്നു. വടക്കഞ്ചേരി, തൃശ്ശൂർ വടക്കഞ്ചേരി ഉണ്ട്. ഇനി ഒരു 2 ദിവസം കൊണ്ട് നമ്മൾ എത്തും. ഇവിടുന്ന് ഇപ്പോൾ ചടപടയെന്നുകൊണ്ട് പണി തീർന്നു വിചാരിക്കുന്നു. നമുക്ക് ശേഷം വന്ന ഒരു വെസ്റ്റ് ബംഗാൾ വണ്ടിയും ഒരു രാജസ്ഥാൻ വണ്ടിയും കയറിപ്പോയി. അപ്പോൾ നമ്മളിവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ചക്ക ഇട്ട് പോയിട്ട് വെയിറ്റ് തൂക്കി വന്ന് അതിനുശേഷം അതിൻ്റെ മേളിൽ ഒരു ഐസ് ഇട്ട് ഓല ഇട്ട് അതിന് മേളിൽ നമ്മുടെ ഒരു ഷീറ്റ് ഇട്ട് അതിന് മേളിലാണ് ഒരു മാങ്ങ ഇട്ടത്. പിന്നെ അതിന് മേളിൽ വീണ്ടും ഓല ഇട്ടിട്ട് അതിന് മേളിൽ നമ്മുടെ പുത്തൻ നൈലോൺ പായ ഇട്ടാണ് ലോഡ് ചെയ്യാൻ പോകണം കേട്ടോ. ഇതിങ്ങനെ ഫുള്ള് ഒരു കവർ ചെയ്യുന്നുണ്ട്. കാരണം ഒരു കാരണവശാലും മാങ്ങ വാടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഒരു സെറ്റപ്പായിട്ട് പാക്ക് ചെയ്യണത്. അപ്പോൾ സമയം 4 മണിയാകുമ്പോഴാണ് നമ്മളിത് ലോഡെല്ലാം കയറ്റി കെട്ടിക്കഴിഞ്ഞ് ബില്ലും വാങ്ങിച്ചു. നമ്മുടെ മുമ്പിലും ബാക്കിലും വണ്ടി ലോഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി ലോഡാക്കി കഴിഞ്ഞു. പുതിയ പായും പുതിയ കയറായതുകൊണ്ട് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു വണ്ടി ലോഡാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ പാലക്കാട് നിന്ന് ഇനിയിപ്പോൾ നമ്മുടെ അളിയൻ ലോഡ് ചെയ്യുന്നല്ല, അളിയൻ ജോയിൻ ചെയ്യും. നാളെ വൈകുന്നേരം ഒരു 9 മണി 10 മണിയാകുന്ന സമയമാകുമ്പോഴത്തേനും നമ്മൾ നാഗ്പൂർ മാർക്കറ്റ് കയറണം. അതാണ് കണ്ടീഷൻ. എന്നാലാണ് വാടക കറക്റ്റ് കിട്ടുള്ളൂ. ഇവിടെ എന്തായാലും ഇവിടുത്തെ മുതലാളി നല്ല മാന്യനായ മനുഷ്യനായിരുന്നു കേട്ടോ. കാരണം ഇന്നലെ വണ്ടി ഒരു ദിവസം ഹാൾട്ടായി കിടന്നപ്പോൾ പുള്ളിക്കാരൻ ചെലവിന് കാശ് വെച്ചോളം പറഞ്ഞിട്ട് 1000 എടുത്തു വന്നു. അതേപോലെ തന്നെ ഇന്നും എന്താ പറയാ പോവാൻ നേരമായപ്പോൾ വൈകുന്നേരം ഒരു 9 മണി 10 മണി എത്തിക്കണേന്ന് പറഞ്ഞിട്ട് ഒരു 500 കൂടെ തന്നു. നല്ലൊരു മനുഷ്യൻ. ഇതുവരെ ഈ പറഞ്ഞ പോലെ ഞാൻ എക്സ്പ്രസ് ഓടാൻ തുടങ്ങിയിട്ടും പിന്നെ നമ്മുടെ ലോക്കൽ ഓടിയിട്ടും ഒരാളും 10 പൈസ തന്നിട്ടില്ല. വണ്ടി കടന്നു കഴിഞ്ഞാൽ തരാൻ പറ്റില്ലാതെ തന്നെ മുഖത്തേക്ക് പോകണ മനുഷ്യൻ. പക്ഷെ ഇയാൾ നല്ല മനുഷ്യനായിരുന്നു. എന്തായാലും വാടക ഈ പറഞ്ഞ പോലെ നമുക്ക് 70,000 കേട്ടോ വാടക. ഇവിടുന്ന് വടക്കഞ്ചേരിയിൽ നിന്ന് ചക്കയും മാങ്ങയും ഒരു 11 ടൺ ലോഡ് കയറ്റി ഐസൊക്കെ ഇട്ട് തന്നെ ലോഡ് തന്നെ. അപ്പൊ ലോഡ് കയറ്റി അത് നാഗ്പൂർ മാർക്കറ്റിൽ ഇറക്കുന്നതിന് നമുക്ക് 70,000 വാടക കിട്ടും. നമുക്കൊരു ചെലവായിട്ട് ഒരു 10, 50, 55 രൂപ ചെലവ് വരുള്ളൂ. ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു 15 രൂപയോളം ബാലൻസ് വരും. എന്താ പറയുക, ഡ്രൈവർ കാശ് എല്ലാം കഴിഞ്ഞ് വണ്ടിക്ക് ബാലൻസ് ഒരു 15 രൂപ വരും. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് മൈലേജ് നല്ല ഷോർട്ടായിരുന്നു. 4 കിലോമീറ്റർ 4 കിലോമീറ്ററൊക്കെ ആ വണ്ടിക്ക് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് നമുക്കൊന്ന് റെഡിയാക്കാൻ വേണ്ടി അലൈൻമെന്റ് ഒക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് നമ്മൾ സ്വിച്ച് വരുന്നത്. ഈ താഴത്ത് കാണുന്ന സ്വിച്ചാണ്. അതിന് ഇപ്പോൾ നമ്മൾ എക്കോമോളുടെ വണ്ടി ഓർഡർ ചെയ്ത് കേട്ടോ. അത് ഇപ്പുറത്തെ സ്വിച്ചും കൂടി ഇട്ട് വേണമായിരുന്നു ഓടാനായിട്ട്. നമുക്ക് അറിയാൻ പാടുള്ളതിൻ്റെ പേരിൽ വൻ ഡീസൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ശരിയാക്കി കമ്പനി കൊണ്ടുപോയി കാണിച്ച് അവർ നമുക്ക് കറക്റ്റ് പറഞ്ഞു തന്നു. ഇപ്പോൾ നമ്മൾ എക്കോമോഡ് ഇട്ടാണ് ഓടിക്കേണ്ടത്. പക്ഷേ ലോഡ് കയറ്റി കഴിഞ്ഞാൽ ഓടിക്കേണ്ടത് ഈ പറഞ്ഞ പവർ സ്വിച്ച് ഇട്ട് 2 സ്വിച്ച് ഇട്ട് ഓടിയാലാണ് വണ്ടിക്ക് മൈലേജ് കിട്ടുള്ളായിരുന്നു. ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ നമുക്ക് എന്ത് മൈലേജ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഞങ്ങൾക്ക് ഇത്ര ദിവസം ഉണ്ടായിരുന്ന ട്രിപ്പിൽ ഞങ്ങൾക്ക് ഡീസലിൽ വലിയ ലാഭം ഉണ്ടായിരുന്നില്ല. ഹലോ. അപ്പൊ നമ്മള് അളിയനെ ഞാൻ പാലക്കാട് നിന്ന് കൂട്ടി നമ്മള് ഇനി ഇപ്രാവശ്യം മുതൽ വെച്ച് കഴിക്കുകയാണ് കേട്ടോ. ഗ്യാസും സ്റ്റൗവും ഫുഡ് ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് പാലക്കാട് നിന്ന് വണ്ടി എടുത്ത് വാളയാറ് എത്തി. അവിടുത്തെ ടോൾ പ്ലാസ എത്തുന്നു. അപ്പോ പോകുന്ന വഴിയിൽ നല്ല എന്തെങ്കിലും വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നാളത്തെ വീഡിയോ ഇടും. അല്ലാന്നുണ്ടെങ്കിൽ നല്ല വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ഇടുന്നുള്ളൂ. ഡെയിലി വ്ളോഗ് ഇടാൻ വേണ്ടിയുള്ള വിശേഷം നമുക്ക് എക്സ്പ്രസ് ഓടുമ്പോൾ കിട്ടാറില്ല. അപ്പോൾ ശരി.
സ്ഥിര സ്ഥലത്തേക്ക് തന്നെ പോകണം. മഹാരാഷ്ട്ര നാഗ്പൂർ സ്ഥിരം റൂട്ട് സ്ഥിരമുണ്ട്. അപ്പൊ പിന്നെ കൂടുതലൊന്നും പ്രത്യേകിച്ച് ഇടാനില്ല. ഇപ്പൊ അടുത്ത പ്രാവശ്യം പറ്റിയ പൈനാപ്പിൾ ഇട്ടാണ് ഇൻഡോറോ ഭോപ്പാലോ എടുക്കണം. ഗുജറാത്ത് അല്ലെ ബോംബെക്കുള്ള റൂട്ട് നല്ല പറയുന്നുണ്ടോ? ബോംബെ റൂട്ട് നല്ല അവിടെ നല്ല വാടക ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോ നമ്മളെന്തായാലും ബോംബെ മംഗലപുരം ലോഡുണ്ട്. ശരി, അതിനോട് പറഞ്ഞായിരുന്നു, നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു, എടുത്തു നോക്കാൻ പറഞ്ഞു. അപ്പൊ ഈ സീസൺ കഴിഞ്ഞ് നമ്മള് അങ്ങോട്ട് പൈനാപ്പിൾ ലോഡ് ഇട്ടാണ് നമ്മൾ അങ്ങോട്ട് എടുക്കും. അപ്പൊ എന്തായാലും സ്ഥിരം റൂട്ട് അല്ലാതെ വേറെ എന്തെങ്കിലും വെറൈറ്റി കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മള് വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പൊ ശരി, ഓക്കെ.